വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂരിൽ സൂര്യാതപമേറ്റ് യുവാവ് മരിച്ചു. പള്ളിപ്പോയിൽ സ്വദേശി സനൽകുമാറാണ് മരിച്ചത്. കിണർ പണിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. സുമേഷ് മൊറാഴ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുമേഷ്, ഈ രാവിലെ 10 തൊട്ട് 3 മണി വരെയുള്ള സമയം നമുക്കറിയാം കൃത്യമായ രീതിയിലുള്ള നിയമങ്ങളുള്ളതാണ്, അല്ലെങ്കിൽ നിർദ്ദേശങ്ങളുള്ളതാണ്. പക്ഷേ ഈ അത്രമാത്രം ചൂടാണ് ഉള്ളത്. പ്രത്യേകിച്ച് കണ്ണൂരിലൊക്കെ തന്നെ വലിയ ചൂട് തന്നെയാണ് ഏൽക്കുന്നത്. ഇത് എത്ര മണിക്കാണ് ഈ സംഭവം? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഹരി, ഇന്നലെ ഉച്ചക്ക് 1:30 കൂടിയായിരുന്നു ഇദ്ദേഹത്തിന് ഇത്തരമൊരു സൂര്യാഘാതം നിൽക്കുന്നത്. വീടിന് തൊട്ടടുത്തുള്ള വീടിന്റെ കിണർ വൃത്തിയാക്കുന്നതിനിടെയാണ് ഇദ്ദേഹത്തിന് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുന്നത്. ഇയാൾ കണ്ണൂർ പള്ളിപ്പുറം സ്വദേശിയാണ്. 37 വയസ്സായിരുന്നു. ഉടൻ തന്നെ ഇദ്ദേഹത്തിന് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് എത്തുകയും, എന്നാൽ അവിടുന്ന് ഈ അസുഖം ഭേദമാകാത്തതിനെ തുടർന്ന് കണ്ണൂർ ചാലക്കുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചയോട് കൂടിയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ മരണം സ്ഥിരീകരിച്ചത്. ഈ പോലീസിന്റെ FIR പറയുന്നത്, ഈ ഡോക്ടർ പറഞ്ഞു ഈ സൂര്യാഘാതമേറ്റാണ് ഇത്തരം ഒരു മരണം സംഭവിച്ചതെന്ന് ഡോക്ടർമാർ പറഞ്ഞു എന്നാണ് ഇപ്പോൾ ഈ പോലീസിന്റെ FIR പറഞ്ഞിരിക്കുന്നത്. മറ്റ് കാരണങ്ങളൊന്നും ഈ മരണത്തിൽ FIR പറയുന്നില്ല. ഏതായാലും ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇദ്ദേഹത്തിന് ഇത്തരം ഒരു സൂര്യാഘാതം നിൽക്കുന്നത്. ഏതായാലും ഇദ്ദേഹത്തിന്റെ മൃതശരീരം ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മോർച്ചറി സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ അടുത്ത സമയത്തിനുള്ളിൽ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഹരി, വ്യക്തമാണ്. സുമേഷ് മൊറാഴയാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.